നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉണ്ടാക്കുന്ന ആളുകളാണ്. ഫേസ്ബുക്ക് ഉപയോഗിച്ച് തുടങ്ങിയാൽ നമുക്കൊക്കെ ഉണ്ടാകും നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേര് മാറ്റണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിം മാറ്റണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാകും. പലപ്പോഴും പല ആളുകൾക്കും ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ അറിയുമെന്നല്ലാതെ അതിനകത്തുള്ള സെറ്റിങ്സുകൾ അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫേസ്ബുക്കിൻ്റെ പേര് മാറ്റാൻ, അതുപോലെ യൂസർ നെയിം മാറ്റാനൊക്കെ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. യൂസർ നെയിം കൊണ്ട് നമുക്കറിയാൻ സാധിക്കും, മറ്റൊരാൾക്ക് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിം അയച്ചു കൊടുത്താൽ അയാൾക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് എത്താൻ സാധിക്കും. പല ആളുകൾക്കും പേര് കൊടുത്താൽ ചിലപ്പോൾ അതേ പേരിൽ ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആളിലേക്ക് എത്താൻ സാധിക്കില്ല. പക്ഷേ യൂസർ നെയിം കൊടുത്താൽ യൂസർ നെയിം വളരെ ഈസി ആയിട്ട് അവർക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ്. വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണുന്നത് ഇവിടെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണും. ഈ സെറ്റിങ്സ് ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ ഏറ്റവും മുകളിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് കാണാൻ സാധിക്കും. ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ സാധിക്കും. ഏതൊക്കെ ഫേസ്ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഇൻസ്റ്റാഗ്രാം ഏതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. ഇനി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നറിയാത്ത ആളുകൾക്ക് ഞാനത് പിന്നീടൊരു വീഡിയോയിൽ കാണിച്ചു തരാം. കാരണം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരേ സമയം സെൻഡ് ആകും. അതുകൊണ്ട് തന്നെ ഓരോന്നിലും പ്രത്യേകം പോയി ഷെയർ ചെയ്യേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോകളൊക്കെ കാണാൻ സാധിക്കും. മാത്രമല്ല യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ പരസ്യം ഉണ്ടാകും. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്യം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് വെക്കുക. അതിനകത്ത് നമ്മൾ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പരസ്യമില്ലാതെ വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നമ്മുടെ പ്രൊഫൈൽ എന്നുള്ള ഭാഗം ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എൻ്റെ 5 അക്കൗണ്ട് ഇവിടെ ഓൾറെഡി എനേബിൾ ആയത് കാണാൻ സാധിക്കും. ഏതിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് മാറ്റേണ്ടതെങ്കിൽ ആ ഒരു ഫേസ്ബുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ കാണിക്കും. ഇവിടെ നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ യൂസർ നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ പിക്ചർ ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ പേര് എന്ന് കാണുന്നപ്പോൾ ഞാനിവിടെ പേര് ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് പേര്, സെക്കൻഡ് പേര്, മൂന്നാമത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർനെയിം ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 3 പേര് വേണമെങ്കിൽ 3 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2 മതിയെങ്കിൽ 2 ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് ഇവിടെ റിവ്യൂ ചേഞ്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അറിഞ്ഞിരിക്കണം. പാസ്വേഡ് അറിയാത്ത ആളുകൾ ആദ്യം ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ച് നിങ്ങളുടെ പാസ്വേഡ് ആദ്യം കണ്ടെത്തുക. അതിനുശേഷം ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഓർക്കുക, ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിൽ ഈ അടുത്ത കാലത്ത് പേര് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 60 ദിവസം കഴിഞ്ഞാലാണ് ഒരു പേര് മാറ്റാൻ സാധിക്കും. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് റിവ്യൂ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, പേര് മാറ്റാൻ സാധിക്കും. ഇനി യൂസർ നെയിം, രണ്ടാമത്തെ ഭാഗം യൂസർ നെയിമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ID കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മുടെ ഫേസ്ബുക്കിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ യൂസർ നെയിം അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ കാണാൻ സാധിക്കും. ഓൾറെഡി ഞാനിവിടെ യൂസർ നെയിം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു യൂസർ നെയിം വേണമെങ്കിൽ എനിക്കിതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ഗ്രീൻ ടിക്ക് മാർക്ക് വരുന്നുണ്ടോ നോക്കണം. ഇത് റെഡാണ്, അതായത് എനിക്ക് ഈ ഒരു പേര് എൻ്റെ യൂസർ നെയിമായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനൊരു അക്ഷരം ഒഴിവാക്കിയപ്പം ഗ്രീൻ മാർക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് താഴെ കാണുന്ന ഭാഗത്ത് ഡൺ കൊടുത്താൽ മതി, യൂസർ നെയിം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി വാട്സപ്പിലൊക്കെ ഫേസ്ബുക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ www.fb.com എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഒരു സ്ലാഷ് ഇട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം അയച്ചു കൊടുത്താൽ മതി. ആർക്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് എത്താൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.